ഹലോ, ഞങ്ങൾ ഓണമായിട്ട് ആശ്രാമം മൈതാനത്തൊന്ന് കറങ്ങാനിറങ്ങാണ്. അവിടെ കുറേ മേളകളും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കറങ്ങി നടന്ന് കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആശ്രാമത്തിൽ പോയതാണ്. അപ്പോഴേക്കും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചേട്ടൻ ഒരു ഫോൺ വന്നു. അപ്പോൾ കോളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആദ്യം ഞങ്ങൾ ചുറ്റും ഒന്ന് പ്രദക്ഷിണം വെച്ച് നോക്കി എന്തൊക്കെയാണ് കാര്യങ്ങൾ. ഇതാണ് നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്ക് വന്നിട്ടുണ്ട്. അടിപൊളി സംഭവമാണെന്നാണ് പറയുന്നത്. പുഷ്പമേള എല്ലാം ഉൾപ്പെടെ ഉണ്ട്. ഹിസ്റ്റോറിക്ക് ജസ്റ്റ് എല്ലാം പറഞ്ഞ് കണ്ടു. നമുക്ക് കണ്ടിട്ടില്ലാന്ന് കരുതി അടുത്ത മേളയിലേക്ക് പോയി. അവിടെ എന്ന് പറയുന്നത് മലബാർ മേള എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ പേര് മലബാർ മേള മഹാത്ഭുതം മേളയാണ്. ഓണത്തിന് എല്ലാ വർഷവും കാണും. പേര് വ്യത്യാസം ഉണ്ടെങ്കിലും ഐറ്റംസ് എല്ലാം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവിടെ കയറി എല്ലായിടും ഒന്ന് കറങ്ങി നടന്നു. കുറച്ച് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. അവിടെ ചെരുപ്പ്, അതുപോലെ തന്നെ പലതരം ഡ്രസ് കളക്ഷൻസ്, ആയുർവേദിക് പൗഡറുകൾ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ മധുരമിഠായികൾ, ഫലങ്ങൾ, അങ്ങനെ ഒരു കിച്ചണിലേക്ക് വേണ്ടുന്നതും നമ്മൾ ദൈനംദിന ആവശ്യങ്ങളുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളവിടെ കണ്ടില്ലേ. കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ബാഗുകൾ. അവിടെ കയറിയിട്ട് അടുത്ത് വെറുതെ കാറിൽ എടുത്ത് അപ്പുറത്തെ മേളയിൽ പോയി. അവിടെ ഒരു വെയിലത്ത് നടന്നു പോകാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ കാറിൽ അടുത്ത മേളയിലേക്ക് പോയി. അവിടെ നമ്മുടെ പാർക്ക് അത് പൂർത്തീകരിച്ചിട്ടില്ല, അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. അപ്പോൾ അത് പണി പൂർത്തിയാക്കിയിട്ട് കാണാമെന്ന് വിചാരിച്ചു. പാരഡൈസ് പാർക്ക് എന്നാണ്. അപ്പോൾ അവിടെ കയറിയില്ല. അതേപോലെ ഞങ്ങൾ വിലക്കുറവിൻ്റെ മഹാത്ഭുതം ഒരു മേള ഉണ്ടായിരുന്നു. മറുനാടൻ മഹാമേള എന്നാണ് മേള അറിയപ്പെട്ടത്. അപ്പോൾ അവിടെ കാറ് നിർത്തി അവിടെ നിന്ന് നടന്നു. ഇണക്കുരുവികളെ പോലെ ഞങ്ങൾ നടന്നു. അവിടെ കയറിയാണ് ഇതേപോലെ തന്നെ നമ്മുടെ മലബാർ മേളയിൽ കണ്ട പോലെയുള്ള ഐറ്റംസ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ അവിടെ ഒരു കടയിൽ കയറി സർബത്ത് കുടിച്ചതിന് ശേഷമാണ് മറുനാടൻ മഹാമേളയിലേക്ക് ഒരുപാട് സർബത്തുകൾ. ഞാൻ പിസ്ത സർബത്താണ് കുടിച്ചത്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ബാഗുകൾ, ചെരുപ്പുകൾ, തുണികൾ, പല ഡ്രസ്സ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇതെൻ്റെ ചേട്ടനാണ് കേട്ടോ. യാത്ര തിരിച്ചു ആശ്രാമം റോഡിലൂടെ ശേഷം ചേട്ടൻ പറഞ്ഞു അങ്ങനെ പോയതാണ്.